ഹൈ ഗേസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ആധാർ കാർഡ്, പാൻ കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ യൂട്യൂബ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ആ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഏതാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ ഞാൻ ഇവിടെ ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് ബി പേഴ്സണൽ ലോൺസ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് ആരും മറക്കരുത്. ക്രെഡിറ്റ് ബി പേഴ്സണൽ ലോൺസ് എന്നാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തികച്ചും RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ MBFC വഴിയാണ് നമുക്ക് ലോണുകൾ ലഭിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത്, നമുക്ക് ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ക്രെഡിറ്റ് ബി പേഴ്സണൽ ലോൺസ് എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഹെഡ് ഓഫീസ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ബാംഗ്ലൂർ ആണ് മെയിൻ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അതേപോലെ കർണാടകയിലാണ് ഇവരുടെ മെയിൻ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഉള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ നാഷണാലിറ്റി ഇന്ത്യ ആയിരിക്കണം എന്നുള്ളതാണ്. ഇന്ത്യയിലുള്ള ഒരാളായിരിക്കണം ലോണിന് അപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ 21 വയസ്സോ അതിന് മുകളിലോ ഉള്ള ആളായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് മാസം സാലറി ഉള്ളവരായിരിക്കണം. ഇത്രയുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം. അതേപോലെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഒരു മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. ഇത്രയും നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവരൊരു എക്സാമ്പിൾ ലോണിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു 1 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ 18 മാസത്തേക്കാണ് ആ ലോൺ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 23% വരിക. അതേപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുന്നത് 4000 രൂപ വരും. അതായത് 1 ലക്ഷത്തിൻ്റെ 4% അതിന് പ്രോസസ്സിംഗ് ഫീ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ GST എന്ന് പറയുന്നത് 720 രൂപയാണ് വരിക. ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ 1 ലക്ഷം രൂപ എടുക്കുമ്പോൾ ഈ 18 മാസത്തേക്ക് നമുക്ക് ടോട്ടലായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 19,189 രൂപയാണ്. അതേപോലെ നമുക്ക് ഓരോ മാസത്തെയും EMI എന്ന് പറയുന്നത് 6,621 രൂപയാണ് നമുക്ക് EMI വരിക. ടോട്ടൽ നമ്മളുടെ ഈ പ്രോസസ്സിംഗ് ഫീയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ 1 ലക്ഷം രൂപ ലോണിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക എന്ന് പറയുന്നത് 95,270 രൂപയാണ്. ബാക്കി എന്ന് പറയുന്നത് നമ്മളുടെ പ്രോസസ്സിംഗ് ഫീയും അതേപോലെ തന്നെ GSTയിലും കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അത്ര വലിയ കൂടുതലൊന്നും ഉള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല ഈ ക്രെഡിറ്റ് ബി പേഴ്സണൽ ലോൺസ് എന്നുള്ളത്. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ വളരെ ഈസി ആയിട്ട് ലോൺ തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഈ 1 ലക്ഷം രൂപ എടുക്കുമ്പോൾ 18 മാസത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ റീപേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുന്നത് 1,19,189 രൂപയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ കസ്റ്റമർ കെയർ നമ്പർ അതേപോലെ തന്നെ എല്ലാം ഇതിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കർണാടകയിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത്. അത്യാവശ്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ക്രെഡിറ്റ് ബി പേഴ്സണൽ ലോൺസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ലോണിന് ശ്രമിക്കാവൂ, വെറുതെ കയറി ആരും ട്രൈ ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തികച്ചും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ